റിജിൽ, വയനാട്ടിലെ കണക്കും നിങ്ങളെ ഞെട്ടിക്കുന്നുണ്ടോ? ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 73.57% പോൾ ചെയ്ത 2024 കഴിഞ്ഞ 6 മാസം മുമ്പുള്ള തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഏകദേശം 8-8.5% ഇടിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയെ വലിയ രീതിയിൽ അവതരിപ്പിച്ചിട്ടും അത് വോട്ടർമാർക്കിടയിൽ കാര്യമായ പ്രതികരണം ഉണ്ടാക്കിയിട്ടില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? റിജിൽ മാക്കുറ്റി. ശ്രീ ഡോക്ടർ അരുൺ, ഒരിക്കലും വയനാട്ടിൽ നിങ്ങൾ പറയുന്നത് പോലെ കണക്ക് ശരിയാവില്ല. കാരണം അവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് തുടക്കം മുതൽ തന്നെ അവസാനം വരെ LDF ആയാലും BJP ആയാലും ചിത്രത്തിലില്ലാത്ത അവസ്ഥയാണ്. അവിടെ ഒരു പല മേഖലകളിൽ ഇപ്പോൾ കാണുന്ന തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് താഴെത്തട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ UDF അനുകൂലമായി UDF പ്രവർത്തകന്മാരുമാണ്. പല മേഖലകളിലും ഇടതുപക്ഷത്തിൻ്റെതായ പ്രവർത്തനം പോലും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് CPI സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ CPM ഭാഗത്ത് നിന്ന് കാര്യമായ ഒരു പ്രവർത്തനങ്ങളും ആ മേഖലയിൽ നിന്ന് നടന്നിട്ടില്ല എന്നുള്ളത് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോയപ്പോഴൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായും അവിടെ വന്ന വോട്ടുകളെല്ലാം UDF അനുകൂലമായ വോട്ടുകളാണ്. ഈ പറയുന്ന കണക്ക്, പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പാണ്, പല മറ്റ് സാഹചര്യങ്ങളുണ്ടെങ്കിൽ പോലും ഞങ്ങൾ പ്രതീക്ഷിച്ച ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധി കിട്ടുമെന്ന് സംബന്ധിച്ച് ഒരു തർക്കമില്ല. നിങ്ങൾക്ക് അത് വോട്ടെണ്ണുമ്പോൾ മനസ്സിലാവും എന്താ സ്ഥിതി എന്നുള്ളത്. നിങ്ങൾ പറയുന്നത് പോലെ LDFനും അത് BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു ജനതയല്ലല്ലോ കേരളത്തിലെമ്പാടുള്ളത്. അതിൻ്റെതായ ഒരുപാട് വികാരങ്ങൾ ഏറ്റവും ശക്തി CPIക്കുണ്ട് 2.25 ലക്ഷം. കഴിഞ്ഞ നമ്മൾ ആനിരാജയ്ക്ക് കിട്ടി 2.84 എന്നുള്ളത് മാറ്റി നിർത്തിയാലും ഒരു 2.25 ലക്ഷം, 2,70,000-75,000 വോട്ട് CPIയുടെ കേഡർ വോട്ടുകളാണ്. ആ വോട്ടുകൾ മാറില്ലല്ലോ. അപ്പോൾ 10 ലക്ഷത്തിൽ താഴെയാണ് പോളിംഗ് ഉള്ളത്. അങ്ങനെ കഴിഞ്ഞ തവണ 1 ലക്ഷം BJP 1,40,000 പിടിച്ച വോട്ടുകൾ കൂടി കണക്കിലെടുത്ത് നോക്കിയാലും പരമാവധി 6 ലക്ഷം വോട്ടുകൾ മാത്രമല്ലേ നിലവിൽ പ്രിയങ്ക ഗാന്ധിക്ക് നേടാൻ കഴിയൂ കണക്ക് പ്രകാരം? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പം നിങ്ങൾ പറയുന്ന ഈ കേഡർ വോട്ടുകളൊക്കെ തന്നെ അവിടെ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വളരെ നിസ്സംഗമായിട്ട് പ്രവർത്തനമാണ് LDF ക്യാമ്പുകൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ ശ്രീ ഡോക്ടർ അരുൺ അവിടെ പോയെന്ന് എനിക്കറിയില്ല, പോയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ ഞങ്ങളൊക്കെ തന്നെ പല മേഖലകളിൽ പോകുമ്പോൾ LDFൻ്റെത് ഒരു പ്രചരണത്തിൻ്റെ സംവിധാനം പോലുമില്ല. ഇങ്ങനെ പ്രചരണം നടക്കുന്നതായി തന്നെ പല മേഖലകളിൽ കാണാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്കാണ് വയനാട് ഉണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയില്ല. കാരണം വന്ന വോട്ടർമാർ, ഞങ്ങൾ കൊണ്ടുവന്ന ഞങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വളരെ ശക്തമായ ഒരു UDFൻ്റെ വോട്ടർമാർ വന്നിട്ടുണ്ട്. LDFൻ്റെ ഭാഗത്തുനിന്ന് വലിയ വോട്ടുകൾ വന്നിട്ടില്ല എങ്കിൽ തന്നെ അവരുടെ മേഖലകളാകെ തന്നെ നിസ്സംഗമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ UDFൻ്റെ കോൺഗ്രസിൻ്റെതായാലും UDFൻ്റെതായ മുസ്ലിം ലീഗിൻ്റെ ആയാലും കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായ രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ നന്നായി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു തർക്കമില്ല. വലിയ ഭൂരിപക്ഷത്തെ തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ച ഭൂരിപക്ഷം തന്നെ അതോടൊപ്പം 5 ലക്ഷം എന്നുള്ളത് ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റുമോ? തീർച്ചയായും നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരട്ടെ, അപ്പൊ കാണാം നമുക്ക് എന്താ സ്ഥിതി എന്നുള്ളത്. വളരെ കൃത്യമായ രൂപത്തിൽ നിൽക്കുന്ന ഒരു ഭൂരിപക്ഷം 11 ലക്ഷമെങ്കിലും പോൾ ചെയ്താലല്ലേ 5 ലക്ഷം ഭൂരിപക്ഷം നമുക്ക് ഊഹിക്കാൻ കഴിയൂ. ഇപ്പോൾ പോൾ ചെയ്തിരിക്കുന്ന കണക്ക് നോക്കൂ, 9,52,000. ഞാൻ പറഞ്ഞു വന്നത് അതെ, ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം സ്വാഭാവിക UDF വിലയിരുത്തിയ ഭൂരിപക്ഷമാണ് ആ രൂപത്തിലേക്ക് തന്നെ പോകും. വോട്ടിംഗ് ശതമാനത്തിനകത്ത് കണക്ക് കുറഞ്ഞെങ്കിൽ പോലും ഞങ്ങൾക്ക് കൃത്യമായ വോട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ കൃത്യമായ രൂപത്തിലുള്ള യോഗങ്ങൾ സംഘടിപ്പിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ വരവ് തന്നെ വലിയ രീതിയിൽ ശക്തിപ്രകടനമാക്കി കോൺഗ്രസും UDFും ഒക്കെ മാറ്റി. ലീഗിന്റെ കോട്ടകളിൽ പക്ഷേ വലിയ പോളിംഗ് ഉയർന്നു. കോൺഗ്രസിന്റെ കോട്ടകളിലാണ് പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നത്. ബത്തേരിയിൽ പോളിംഗ് പെർസെന്റേജ് കുറവാണ്, കൽപ്പറ്റയിൽ പോളിംഗ് പെർസെന്റേജ് കുറവാണ്. അതേസമയം ഏറനാട്ടിൽ പോളിംഗ് പെർസെന്റേജ് കൂടുതലാണ്. കോൺഗ്രസിന്റെ കോട്ടകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ശ്രീ ഡോക്ടർ അരുൺ പിന്നെ കോൺഗ്രസിൻ്റെ കോട്ടകൾ തന്നെയാണ് LDFന് ശക്തിയുള്ള കേന്ദ്രങ്ങൾ. ഇപ്പോൾ LDF ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മേഖലകളാക്കുന്ന LDFന് വലിയ സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ അകത്ത് ഡയറക്റ്റായി നിൽക്കുന്നതാണ് LDFും പിന്നെ CPM പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസ് മേഖലകളാണ്. അവിടെ സ്വാഭാവികമായി ഞങ്ങളുടെ വോട്ടുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ അവിടെ LDFന് എത്രത്തോളം വോട്ട് വന്നു നിങ്ങൾ പരിശോധിക്കണ്ടേ? ആ മേഖല കോൺഗ്രസും CPMും നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട് മണ്ഡലങ്ങൾ, ഒരുപാട് പ്രദേശങ്ങളുണ്ട് വയനാട്. ആ മേഖലകളിൽ LDFന്റെ വോട്ട് എത്രത്തോളം വന്നു? പക്ഷേ ഒരു സംശയം, 2019 രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ 80% വോട്ടർമാരാണ് അവിടെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ഒഴുകിയെത്തിയത്. ഇപ്പോൾ ഇതാ നോക്കൂ, ആ കണക്ക് നോക്കിയാൽ 15% കുറവാണ്. അതെന്തുകൊണ്ടായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അന്ന് 4,31,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി രാഹുൽ ഗാന്ധിക്ക്. 80% പോളിംഗ് പെർസെന്റേജ് ഉണ്ടായിരുന്നപ്പോൾ രാഹുൽ ഗാന്ധിക്ക് 80%, പ്രിയങ്ക ഗാന്ധിക്ക് 65%. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക?
ശ്രീ ഡോക്ടർ 65% ഇപ്പോൾ കണക്കാണ്. ഇതിൻ്റെ ടാലിയായി കണക്ക് വരണമല്ലോ. പൊതു കണക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫൈനൽ ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. തീർച്ചയായും അതിൻ്റെ കണക്ക് വരുമ്പോൾ നമുക്കറിയാം ഏറ്റവും ഒടുവിലുള്ള കണക്കാണ് 64.69%. ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കണക്ക് 64.69. തീർച്ചയായും പൊതു തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യമല്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ. സ്വാഭാവികമായും അതിൻ്റെതായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. ആ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി കഴിഞ്ഞാൽ പോലും ഞങ്ങൾക്ക് ആ ഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് തർക്കമില്ലെന്നേ. ഇതുപോലെ ഡിബേറ്റ് ഇരിക്കുന്നല്ലേ. തീർച്ചയായും പ്രിയങ്ക തരംഗം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധിക്ക് വരുന്ന ആവേശം സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും. ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ മൂഡിലല്ലോ ഒരു Debate with Dr. Arun Kumar.